തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അന്തരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതിയാണ്. അർബുദബാധിതനായി കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഇന്ന് രാവിലെയാണ് അമൃത ആശുപത്രിയിൽ വെച്ച് അന്ത്യം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അസുഖം ബാധിതനായി അമൃത ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു മുരാരി ബാബു. അർബുദ സംബന്ധമായിട്ടുള്ള അസുഖമാണെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും മൃതദേഹം അവിടെ നിന്നും വീട്ടിലേക്ക്, ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലുള്ള വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പൊതുദർശനം നടക്കുകയാണ്. വൈകുന്നേരം 3 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവിധ ക്ഷേത്രങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വിവിധ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഏറ്റുമാനൂർ, അതുപോലെ തന്നെ വൈക്കം തിരുനക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ. അതിനുശേഷമാണ് ശബരിമലയിലേക്ക് 2019 വരുന്നത്. അവിടെ വെച്ചാണ് ഈ വിവാദങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. ഹരിപ്പാട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടിരിക്കുമ്പോഴായിരുന്നു ഈ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. അതേ തുടർന്ന് അദ്ദേഹം അവിടെ നിന്നും അദ്ദേഹത്തെ മാറ്റിയിരുന്നു. തുടർന്ന് കേസ് നടപടികളുമൊക്കെയായി നടക്കുകയായിരുന്നു. 2ാം പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തെ ജയിലിലാക്കിയിരുന്നു. അതിനുശേഷം ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ അസുഖം കൂടുകയും അതുപോലെ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തത്. സംസ്കാരം 3 മണിക്ക് നടക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.